അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാർക്ക് ഇന്നലെ നടന്ന താരീഖിന്റെ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ചോദ്യം 1. ഡമാസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു. ഡമാസ്കസിലെ ഗവർണർ മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആ കള്ളിയിൽ ശരി അടയാളപ്പെടുത്തുക. ചോദ്യം 2. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. അപ്പം ആ കള്ളിയിൽ ശരിയിട്ടെടുക്കുക. മൂന്നാമത്തെ ചോദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അദിയാണ്. ആ ഒരു ചോദ്യം തെറ്റാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈമാണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ബനു അദിയാണ്. അപ്പം നമുക്ക് നേരെ തെറ്റിട്ടെടുക്കാം. ചോദ്യം 4. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കൂഫയിലാണ്. തെറ്റാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ബസ്രയിലാണ്. അപ്പോൾ അത് തെറ്റല്ലേ. ചോദ്യം 5. ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. തെറ്റാണല്ലേ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാം മൂന്നാമതായി പ്രവേശിച്ചത്. ചോദ്യം 6. ഹിജ്റ 3-ാം വർഷം റമളാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ ജനിച്ചത്. അവിടെ കൂഫ എന്നുള്ളത് തെറ്റാണ്. കൂഫയിലല്ല, മദീനയിലാണ്. അപ്പോൾ കൂഫ എന്ന് തന്നുകൊണ്ട് നമ്മളവിടെ തെറ്റിട്ടെടുത്തു. ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് ശരി, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ഇട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കാണ് ഇതിന് സ്കോർ ചെയ്യാൻ കഴിയുക. രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർത്താം. ചോദ്യം 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിക്ക. ആത്തിക്കയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി. ഉത്തരം സഫിയ റളിയല്ലാഹു അൻഹ. ചോദ്യം 3. വ്യാപാരി ഡാഷ്. ഉത്തരം ത്വൽഹ ഇബ്നു ഉബൈദില്ല. ചോദ്യം 3. വ്യാപാരി ഡാഷ്. ഉത്തരം ത്വൽഹ ഇബ്നു ഉബൈദില്ല. ചോദ്യം 4. അമീനു ഹാദിഹി ഉമ്മത്ത്. ഉത്തരം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ചോദ്യം 5. തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത്. ഉത്തരം 200 ഉഖിയ സ്വർണം. ചോദ്യം 6. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. ഉത്തരം കൂഫയിലാണ്. ചോദ്യം 7. മലബാറിലെ മക്ക. ഉത്തരം പൊന്നാനി. ഇങ്ങനെയാണ് എഴുതേണ്ടത്. എല്ലാവരും ശരിയാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. ചോദ്യം 1. ഹിജ്റ 36-ൽ നടന്ന യുദ്ധമാണ് ജമൽ യുദ്ധം. ചോദ്യം 2. അമവിയ ഖിലാഫത്ത് ഹിജ്റ 41 മുതൽ ഡാഷ്. ഉത്തരം 132 വരെ. ചോദ്യം 3. മുഗൾ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ഡാഷ്. ഉത്തരം ലഹീറുദ്ദീൻ ബാബർ ഷാ. ചോദ്യം 4. ചാർമിനാർ സ്ഥാപിച്ച ഭരണാധികാരി ഡാഷ്. ഉത്തരം മുഹമ്മദ് കുതുബുഷാ. ചോദ്യം 5. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ഇസ്ലാം എത്തിയത് ഡാഷ്. ഉത്തരം കേരളത്തിലാണ്. ചോദ്യം 6. ചേരമാൻ പെരുമാളിൻ്റെ കൂടെയുണ്ടായിരുന്ന സംഘം നേരെ വന്നത്. ഉത്തരം കൊടുങ്ങല്ലൂരിലേക്കാണ്. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മാലിക് ഇബ്നു ദീനാർ. ചോദ്യം 2. പുള്ളിയില്ലാത്ത അറബി ലിപി ഉപയോഗിച്ചത് എന്നാണ്? ഉത്തരം ഹിജ്റ 60-ന് മുമ്പാണ്. ചോദ്യം 3. മഖ്ദൂംമാരുടെ കുടുംബം എവിടെ നിന്ന് വന്നവരാണ്? ഉത്തരം യമനിൽ നിന്ന് വന്നവരാണ്. ചോദ്യം 4. സൈനുദ്ദീൻ മഖ്ദൂം 1-മൻ എവിടെയാണ് ജനിച്ചത്? ഉത്തരം കൊച്ചിയിൽ ജനിച്ചു. ചോദ്യം 5. അരക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി. മുഹമ്മദ് അലി എന്ന് എഴുതിയാലും മാർക്ക് തരുന്നതാണ്. അഞ്ചാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം. ഹിജ്റ 700 ആയപ്പോഴേക്കും ഇസ്ലാമിക കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങൾ. ഒന്നാമത്തേത് തെക്കൻ കേരളത്തിൽ, രണ്ടാമത്തേത് മധ്യ മലബാറിൽ,
മൂന്നാമത്തേത് വടക്കേ മലബാറിൽ. 2 സ്ഥലങ്ങൾ എഴുതാനാണ്. ഒന്ന് തെക്കൻ കേരളത്തിൽ. ഉത്തരം കൊടുങ്ങല്ലൂർ, കൊച്ചി, എടവണ്ണക്കാട്, പള്ളിപ്പുറം. ഇതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിക്കണം നോക്കുക. അടുത്തത് മധ്യ മലബാർ. ഉത്തരം ചാലിയം, കോഴിക്കോട്, താനൂർ, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പറവണ്ണ, പൊന്നാനി, വെള്ളിയങ്കോട്. ഇതിലും ഏതെങ്കിലും 2 ആണോ നിങ്ങൾ നോക്കുക. ചോദ്യം 3 വടക്കേ മലബാറിൽ. ഉത്തരം ബടക്കൽ, മംഗലാപുരം, കാസർഗോഡ്, പഴയങ്ങാടി, നാദാപുരം, വളപട്ടണം, കണ്ണൂർ, ധർമ്മണ്ടം, ശ്രീകണ്ഠപുരം, കൊയിലാണ്ടി. ഇതിലും ഏതെങ്കിലും 2 ആയിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. സ്ഥലങ്ങൾ മാറിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. 6ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. 1ാമത്തേത് താജുദ്ദീൻ എന്നായിരുന്നു ഡാഷ് പുതിയ പേര്. ഉത്തരം ചേരമാൻ പെരുമാളിൻ്റെ. 2ാമത്തെ ചോദ്യം ഷാജഹാൻ ഡാഷ് 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 തുടങ്ങിയ ഭരണാധികാരികൾ മുഗൾ ഭരണകൂടത്തിൽ പെട്ടവരാണ്. ഉത്തരം ഔറംഗസീബ്, ആലംഗീരി, ഹുമയൂൺ, അക്ബർ. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. മാർക്ക് കുറവായവർ സങ്കടപ്പെടേണ്ട. നമുക്ക് പൊതുപരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് മേടിക്കാം. അപ്പം നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റിൽ പറയാം. ഇനിയും മറ്റു വിഷയങ്ങളുടെ ആൻസർക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഇനി ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ കൂടെ ചേരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.